പ്രധാന അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പൊ നോക്കൂ, സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? സാർക്ക് നല്ല മണ്ടയാണ് എന്നോർക്കാം. സാർക്ക് നല്ല മണ്ടയാണ് എന്നോർത്താൽ സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ് എന്നോർക്കാലോ. ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ മനിലയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. അപ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ, പുരോഗതി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? നിലകൾ ഉയരും അല്ലെ. ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിലകൾ ഉയരും. ഒരു നിലയുള്ളത് 2 നിലയാവും. അങ്ങനെ കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ നില കൂടും. അതിൽ നിന്ന് മനില എന്ന് കണക്ട് ചെയ്യാലോ. ഇനി യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ചോദിച്ചാൽ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? യൂറോ, നമ്മുടെ കയ്യിൽ കുറെ യൂറോ ലഭിക്കുകയാണ് എന്ന് ഓർക്കാം. യൂറോ ലഭിച്ചാൽ നമ്മൾ ഒരു യൂണിയൻ ആയി മാറി ട്ടോ. ഒരുപാട് യൂറോ കയ്യിലുണ്ട്. അപ്പൊ എന്താണ്? ഒരു സംഘമായി ചേർന്നു. എന്ത് വാങ്ങിച്ചു? നമ്മുടെ സൽസ വാങ്ങിച്ചു എന്നോർക്കാം. കയ്യിൽ കുറച്ച് യൂറോ വന്നു കഴിഞ്ഞപ്പോൾ സംഘം ചേർന്ന് സൽസ വാങ്ങിച്ചു എന്നോർക്കാം. സൽസ എന്നതിൽ നിന്ന് ബ്രസൽസ് കണക്ട് ചെയ്യാലോ. ഇനി നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബ്രസൽസ് ആണ്. PSC ചോദിക്കാറുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം, നാറ്റോയുടെ ആസ്ഥാനം, ഇതെല്ലാം റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. അപ്പൊ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ നാറ്റം ഉണ്ടാവും എന്നോർക്കാം. ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ നാറ്റം ഉണ്ടാവും. അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. കണക്ട് ചെയ്യാലോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അപ്പൊ കോടതിയിൽ എന്താണ്? കോടതിയിൽ വിധി വിധിക്കും. തൂക്കിക്കൊല്ലാൻ.